ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ ഇടിലേക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാബ് കിങ്സ് വാട്ട് എ ടീം! എന്തൊരു ക്വാളിറ്റിയുള്ള ടീമാണിത്, എന്തൊരു ഗംഭീര ടീമാണിത്. പഞ്ചാബ് കിങ്സിനെ നയിക്കുന്ന ശ്രേയസ് അയ്യറിനും കൈയടിച്ചേ പറ്റൂ. വാട്ട് എ ക്യാപ്റ്റൻ, വാട്ട് എ പ്ലെയർ, വാട്ട് എ ഫീൽഡർ. കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യ മത്സരം വിജയിച്ചുകൊണ്ടാണ് ഈ ഒരു സീസണിന് മുംബൈ ഇന്ത്യൻസ് തുടക്കമിട്ടെങ്കിൽ പിന്നീട് ഒരൊറ്റ മത്സരം പോലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 4ാമത്തെ കളിയാണിപ്പോൾ തുടർച്ചയായി പരാജയപ്പെടുന്നതും. ബൗളിംഗിൽ അർഷ്ദീപ് സിംഗ് തീക്കാറ്റായി മറന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടതെങ്കിൽ ബാറ്റിംഗിൽ പ്രഭ്സിമ്രാൻ സിംഗും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറും ചേർന്നുകൊണ്ട് വെടിക്കെട്ട് നടത്തിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസിനെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള തകർപ്പൻ വിജയം തന്നെയായിരുന്നു സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം കഷ്ടമാണ്. കാരണം സീസണിലെ 4ാമത്തെ പരാജയം തുടർച്ചയായി അവർ ഏറ്റുവാങ്ങുമ്പോഴും രോഹിത് ശർമ്മയുടെ പരിക്ക് കാരണം സീസണിൽ ആദ്യമായിട്ട് ഒരവസരം ലഭിച്ചപ്പോൾ ക്വിന്റൺ ഡി കോക്ക് സെഞ്ചുറി അടിച്ചുകൊണ്ട് തന്നെ ആ ഒരു അവസരം മുതലാക്കിയെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നെ എടുത്തു പറയേണ്ടത് ജസ്പ്രീത് ബുംറയെ കുറിച്ചാണ്. സീസൺ തുടങ്ങിയിട്ട് ഇപ്പോൾ ആഴ്ചകൾ പിന്നിടുന്നു. അതെ, തീർച്ചയായും മുംബൈ ഇന്ത്യൻസ് ഇതുവരെ 5 കളികൾ കളിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അതിലെല്ലാ മത്സരത്തിലും പങ്കെടുത്തിട്ടും ഒരൊറ്റ വിക്കറ്റ് പോലും വേൾഡ് നമ്പർ 1 ബോളറായിട്ടുള്ള ജസ്പ്രീത് ബുംറയ്ക്ക് വീഴ്ത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരൽപ്പം അത്ഭുതകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു കിടിലൻ കംബാക്കിന് വേണ്ടി തന്നെ നമുക്ക് കാത്തിരിക്കാം. കളിയിലേക്ക് വരികയാണെങ്കിൽ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസാണ് എടുത്തതെങ്കിൽ അവർക്ക് വേണ്ടി ക്വിന്റൺ ഡി കോക്ക് ഓപ്പണറായി ഇറങ്ങിക്കൊണ്ട് 60 പന്തിൽ 112 റൺസിന്റെ ഗംഭീര ഇന്നിംഗ്സ് കളിച്ചു. അദ്ദേഹം നോട്ടൌട്ടായി കണ്ട് തന്നെയാണ് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചതും. നെമാൻഡിർ 50 അടിച്ചതൊഴികെ ബാക്കിയുള്ള ബാറ്റർമാർക്കൊന്നും വലിയൊരു സംഭാവന നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. വലിയ സംഭാവന പോയിട്ട് ചെറിയ സംഭാവന പോലും നൽകാൻ കഴിഞ്ഞില്ല. മുംബൈ ഇന്ത്യൻസ് അടിച്ച ആ ഒരു ടോട്ടൽ PBKസിന് ചേസിംഗിൽ ഒരു സ്കോറേ ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ചേസിംഗിൽ അത്ര ഡോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് പഞ്ചാബ് കിങ്സ് വിജയിച്ചതും. ഓപ്പണർ പ്രഭ്സിമ്രാൻ സിംഗിന്റെ പൊളിച്ചെടുക്കലായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതും. 205 സ്ട്രൈക്ക് റേറ്റിൽ 39 പന്തിൽ 80 റൺസിന്റെ ഗംഭീര ഇന്നിംഗ്സ് ആണ് അദ്ദേഹം കളിച്ചതും. യെസ്, പ്രഭ്സിമ്രാൻ സിംഗിന് കൈയടിച്ചേ പറ്റൂ. കൂടാതെ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ ഫെന്റാസ്റ്റിക്. മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റ് ചെയ്ത സമയത്ത് ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ക്യാച്ച് എടുക്കുന്ന ശ്രേയസ് അയ്യറിന്റെ കിടിലൻ ക്യാച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാട്ട് എ ക്യാച്ച്! എന്തൊരു ക്യാച്ചായിരുന്നു അത്. അതെ, മുംബൈ ഇന്ത്യൻസിന്റെ ഡഗ്ഔട്ട് പോലും ആ ഒരു ക്യാച്ച് കണ്ട് അമ്പരന്ന് പോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യെസ്, തീർച്ചയായിട്ടും ശ്രേയസ് അയ്യർ അതേ മികവ് ബാറ്റിംഗിലും തുടരുന്ന കാഴ്ച. 35 പന്തിൽ 66 റൺസാണ് ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ ഫെന്റാസ്റ്റിക് അടിച്ചുകൂട്ടിയത്. ഏതായാലും പഞ്ചാബ് കിങ്സ് ഇതുവരെ സീസണിൽ ഒരു പരാജയം അറിയാത്ത അവരുടെ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസിന് ഈ ഒരു പരാജയം വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 തോൽവികൾ ഏറ്റുവാങ്ങിയതോടുകൂടെ ഈ ഒരു സീസണിൽ ഇനി അവർക്ക് വലിയ പ്രതീക്ഷകൾ വെക്കണമെന്നുള്ളതിൽ പോലും ആരാധകർ സംശയിക്കുകയാണ്. കാരണം ഇനി 9 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അതിൽ 7 വിജയിച്ചാലാണ് 16 പോയിന്റുകളിലേക്ക് മുംബൈ ഇന്ത്യൻസിന് എത്തിപ്പെടാൻ സാധിക്കുക. സോ ഇനിയുള്ള ഓരോ മത്സരവും അവരെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്.